ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി നൈറ്റ് ഡ്രിങ്കാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ. ശരിക്കും നമ്മുടെ ഇൻസ്റ്റയിലൂടെയൊക്കെ വൈറലായി കൊണ്ടിരിക്കുന്നതും എന്നാൽ എല്ലാവരും നല്ല റിസൾട്ട് പറയുന്നതുമായിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഞാനും ഇത് ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ള വീഡിയോ നമുക്ക് കണ്ടാലോ? വെറും 3 സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട നമ്മുടെ ഈ ഒരു കരിഞ്ജീരകം, കരിഞ്ജീരകത്തിൻ്റെ 50 ഗ്രാം പാക്കറ്റ് 2 എണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതായത് 100 ഗ്രാം. അതുപോലെ നമുക്ക് അടുത്ത് വേണ്ടതാണ് നമ്മുടെ ഈ ഒരു ഉലുവ. ഉലുവയും 100 ഗ്രാമാണ് വേണ്ടത്. ശരിക്കും ഉലുവയും കരിഞ്ജീരകം സെയിം മെഷർമെൻറ്റിലായിരിക്കണം കേട്ടോ എടുക്കേണ്ടത്. ഉലുവ 100 ഗ്രാം ആണെങ്കിൽ കരിഞ്ജീരകം 100 ഗ്രാമാണ്. ഈ കരിഞ്ജീരകം ഈ കുഞ്ഞ് ഷോപ്പുകളിലൊക്കെ കിട്ടാൻ പാടായിരിക്കും. നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള ഷോപ്പിലൊക്കെ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടതാണ് നമ്മുടെ ഈ ഒരു അയമോദകം. അയമോദകം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് തന്നെ. ഇത് നമ്മുടെ ജീരകത്തിൻ്റെയും പെരുംജീരകത്തിൻ്റെയൊക്കെ ആ ഒരു രണ്ടിൻ്റെയും കൂടെ ടേസ്റ്റ് ഒന്നിച്ച് വരുന്നൊരു സംഭവമാണ് അയമോദകം. ഇത് അങ്ങാടിക്കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ ഇതെല്ലാം കൂടെ ഞാൻ പൊട്ടിച്ച് ഒരു പാനിലോട്ട് ഇട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഉലുവയുടെ ആ ഒരു യെല്ലോ കളർ മാറി നല്ലൊരു ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് ചൂടാക്കണം. ശരിക്കും ഇത് ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റയിലൊക്കെ വൈറലായി കൊണ്ടിരിക്കുന്നതാണെന്ന് കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പോരാത്തിന് ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു സിസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ നാളത്തെ ശേഷമാണ് ഞാൻ അവളെ കണ്ടത്. അപ്പോൾ അവൾ നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് കാര്യം ചോദിച്ചു, എങ്ങനെയാണ് നീ മെലിഞ്ഞത് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത്, ഞാൻ ഈ ഒരു ഡ്രിങ്ക് ഡെയിലി നൈറ്റ് കുടിക്കുന്നുണ്ട്. ഒരു 1 മന്തായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്നുണ്ട്. ഒരു 2 വീക്കൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ ആ ഒരു വ്യത്യാസം മനസ്സിലായി തുടങ്ങിയെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണല്ലോ. അപ്പോൾ ഞാനും വിചാരിച്ചു ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരുടെ ബോഡിയിലും ഇത് വർക്കൗട്ട് ആവുമോ എന്നൊന്നും അറിയില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇത് പരീക്ഷിക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്, കയ്പ്പാണോ എന്താണ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ എന്നെപ്പോലെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെങ്കിൽ അവർ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ, അവർക്കും റിസൾട്ട് നല്ല കിട്ടുവാണെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ക്യാമറയുടെ വീഡിയോ എടുക്കുന്നത് നമ്മുടെ പൊന്നൂസാണ് കേട്ടോ. അപ്പോൾ പൊന്നൂസ് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഈ അവിടെ ഇവിടെയൊക്കെ കട്ടായൊക്കെ പോകുന്നത്. അവളുടെ ഞാൻ പറഞ്ഞതാണ് ഒരിടത്ത് വെക്കാനായിട്ട്. പക്ഷെ അവൾ കേട്ടില്ല. ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു കൊണ്ട് നടക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവൾ വന്ന് ഇളക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല അവൾക്ക് ഞാനിപ്പോൾ എന്ത് ചെയ്താലും അവൾക്ക് ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഇങ്ങനെ ഇളക്കണം. ഇത് അവളെ ഭയങ്കര ഒരു ഹോബിയാണ് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും വന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിറയും പുറത്തൊക്കെ ചാടി ചാടി പോകുന്നുണ്ട്. ഞാൻ അവളിൽ നിന്ന് തിരിച്ച് വാങ്ങിച്ചു മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് ചൂടായി വരാൻ ഒരുപാട് ലേറ്റായിട്ട് ക്വാണ്ടിറ്റി കൂടുതലായത് കൊണ്ടായിരിക്കും. പിന്നെ ഇട്ടപ്പോൾ എനിക്കും തോന്നി കേട്ടോ ഇത്രയും വേണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ശരിക്കും 50 ഗ്രാം കരിഞ്ജീരകവും 50 ഗ്രാം ഉലുവയും വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഇത് ഒരുപാട് ആയിപ്പോയി. എനിക്ക് അതിൻ്റെ ഫസ്റ്റ് ടൈം ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്ന് അറിഞ്ഞിടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും വാങ്ങിച്ചത്. പിന്നെ അവൾ 100 ഗ്രാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ ഒരു 100 ഗ്രാം തന്നെ വാങ്ങിയത്. പിന്നെ ഇത് ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്കിത് ചെയ്ത് റിസൾട്ട് കിട്ടിയവർ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇത് ഏകദേശം ചൂടൊന്ന് മാറിയതിന് ശേഷം നമ്മളൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഞാനിത് നമ്മുടെ ഈ ജാറിലാണ് ഇട്ടിട്ട് പൊടിച്ചത്. പക്ഷേ ഇതെനിക്ക് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയില്ല. ഇതിൻ്റെ ഗ്രൈൻഡ് ചെയ്യാനുള്ള ജാറുണ്ട് കേട്ടോ. അത് ശരിക്കും അതിൽ വേറൊരു അതായത് നമ്മൾ ഗരം മസാലയൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ആ ഒരു ഫ്ലേവറും കൂടെ വരുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അത് എടുത്തില്ല. പക്ഷേ ഇതിൽ എനിക്ക് ബ്ലെൻഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇത് ബ്ലെൻഡ് ചെയ്യാൻ എടുത്തപ്പോഴത്തേക്കും ആ ഒരു ഫൈനായിട്ട് പൊടിഞ്ഞില്ല. പിന്നെ എനിക്ക് ഈ ബ്ലെൻഡറിൽ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പൊടിയണത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഈ താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വരും. ഇത് കാണാൻ എനിക്കും പൊന്നുവിനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ കുറേ പ്രാവശ്യമായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇരിക്കുകയാണ്. പിന്നെ അത് ആയില്ല. പിന്നെ പിറ്റേ ദിവസം ഞാൻ അതിനെ മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടി പൊടിച്ചെടുത്ത് കേട്ടോ. മിക്സിയിലിട്ട് ജാറിലിട്ട് അടിച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞു വന്നു. പിന്നെ ഇത് രാത്രിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാത്രി മിക്സിയുടെ ജാറിലിട്ട് ചെയ്ത സൗണ്ട് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അന്ന് രാത്രി ചെയ്തില്ല. ഇതെത്ര വലിയ
അപ്പം അതിനായിട്ട് പൊടിഞ്ഞില്ല കേട്ടോ. ഇനി ഞാൻ പറയാം രാത്രി കിടക്കുന്നതിന് മുമ്പ് ആണ് കുടിക്കേണ്ടത്. പിന്നെ നമ്മൾ എപ്പോഴാണ് ഈ ഡ്രിങ്ക് കുടിക്കുന്നത് അതിന് ഒരു 15 മിനിറ്റ് മുമ്പായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മളിതൊന്ന് പൊടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ടപ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു തരി മുഴുവനും ഗ്ലാസിൻ്റെ താഴെ തന്നെ കിടപ്പുണ്ടായിരുന്നേ. പിന്നെ അത് ഞാനെല്ലാം പൊടിച്ച് ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റി. പിന്നെ ഇത് നമ്മുടെ എയർ കയറാത്ത രീതിയിലുള്ള ഒരു പാത്രത്തിൽ വേണം മാറ്റാനായിട്ട്. എയർ കയറുകയാണെങ്കിൽ പെട്ടെന്ന് അത് കട്ടി പിടിച്ച് പോകും കേട്ടോ, അത് ശ്രദ്ധിക്കണേ. അങ്ങനെ അടച്ചു വെച്ചു. പിന്നെ രാത്രിയായപ്പോൾ ഞാൻ ചൂടുവെള്ളം എടുത്തു. അതിലൊരു ഗ്ലാസ് പൊടിയിട്ട് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്, എത്ര ഇടണമെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്, കുടിക്കാൻ പറ്റുമൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു ആയുർവേദ ഫാർമസിയിലൊക്കെ പോകുമ്പോൾ ഉള്ളൊരു മരുന്നിൻ്റെയൊക്കെ ഒരു മണമുണ്ടല്ലോ, ആ ഒരു മണമായിരുന്നു റൂം മുഴുവനും, വീടൊക്കെ. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ശരിക്കും ചായ കുടിക്കുന്ന ഒരു കപ്പിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ കുതിർത്ത് വയ്ക്കുന്നത്. ഒരു 15 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് കുടിക്കുന്നുണ്ട്. ശരിക്കും ഭയങ്കര കയ്പ്പായിരുന്നു കേട്ടോ ഇത്. ആ ഒരു ഉലുവയുടെയൊക്കെ കയ്പ്പാണ് കേട്ടോ കൂടി നിന്നിട്ടുണ്ടായിരുന്നത്. ജീരകത്തിൻ്റെയൊക്കെ ചെറിയൊരു ഫ്ലേവർ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും ഭയങ്കര കയ്പ്പായിരുന്നു. നമ്മളൊരു കഷായം കുടിക്കുന്നുണ്ടല്ലോ, ആ ഒരു കഷായം കുടിക്കുന്ന പോലത്തേക്ക് ഭയങ്കര ഒരു ഒരു കയ്പ്പൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഈ കഷായമൊന്നും ഇഷ്ടപ്പെടാത്ത, അതായത് ആയുർവേദ മരുന്ന് ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് കുടിക്കാൻ പറ്റില്ല. എന്നാലും എനിക്ക് ഇതൊന്ന് കുടിച്ച് നോക്കണം, വെയിറ്റ് കുറച്ച് കുറയണം എന്നുള്ളൊക്കെ ഒരു ആഗ്രഹം കൊണ്ട് ഞാനിത് കുടിച്ച് തീർത്തു. 2-3 ദിവസമായിട്ട് ഇപ്പോൾ കുടിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളും വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. നിങ്ങളും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, ചിലപ്പം വിജയിക്കുകയാണെങ്കിലോ. എന്നിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ നൈറ്റ് ഡ്രിങ്ക്, വെയിറ്റ് ലോസ് ചെയ്യാനുള്ള ഒരു നൈറ്റ് ഡ്രിങ്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.